ഹായ് ഹലോ അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണ്. എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് വെസ്റ്റ് റിസോർട്ടിലാണ് പോകുന്നത്. മുത്തങ്ങ കാടിനടുത്തുള്ള ആ ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ പോകുന്നത്. ആരൊക്കെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടാണ് പോകുന്നത്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിയാദ് ഖാൻ്റെ കമ്പനി പാർട്ട്നേഴ്സ് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. കമ്പനി ടൂറായിട്ട് ഇതുപോലെ ഇങ്ങനെ വർഷത്തിലൊക്കെ പോവാറുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ നല്ല ഫ്രണ്ട്സുമാണ്. അങ്ങനെയാണ് ഞങ്ങൾ പോകുന്നത്. 6:30 മണി കേട്ടോ, രാവിലത്തെ 6:30 മണിയായതിന് ഞങ്ങൾ പോകുന്ന സമയത്ത്. അപ്പോൾ സിയാദ് ഖാൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലെത്താനാണ് പറഞ്ഞിട്ടുണ്ടായ. ഇവിടെ എത്തി. അപ്പോൾ ഞങ്ങൾ ദൂരെ നിന്ന് വരുന്ന ആളാണ് ഞങ്ങൾ എത്തുമ്പോൾ ഇവിടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. പിന്നെയാണ് ബാക്കിയുള്ളവരൊക്കെ എത്തിയിട്ടുണ്ടായത് കേട്ടോ. അപ്പം പിന്നെ അങ്ങനെ ഓരോ ആൾക്കാരായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇനിയും ആൾക്കാർ വരാനുണ്ട്. അങ്ങനെ ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ 8 മണി കൃത്യം വിടുമെന്ന് പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ ബസ്സും കൂടി വന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് എല്ലാവരും ആയിട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും ബസ്സിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ്. എല്ലാവരും കൂടി സെറ്റാക്കി ഇരിക്കുകയാണ്. ഇങ്ങനെ ഒരാളും കൂടി വരാനുണ്ടായിരുന്നു. അങ്ങനെ അവരും കൂടി വന്ന ശേഷം ഞങ്ങളിങ്ങനെ വണ്ടി വിട്ടു. അപ്പോൾ പെട്ടെന്ന് 3 മണിക്കാട്ടോ നമുക്ക് അവിടെ എത്തേണ്ടത്. അപ്പോൾ ഞങ്ങൾ 2 മണിയാകുമ്പോഴത്തേക്ക് അവിടെ എത്തിയിട്ടുണ്ടായിന്. അതിൻ്റെ ഇടയിലുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ലോങ് വീഡിയോ ആവും. അപ്പം ഇതാണ് റിസോർട്ട്. പക്ഷേ ഇത് റിസോർട്ടാണെന്ന് എനിക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായില്ല കേട്ടോ. വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഫുഡ് കഴിക്കാൻ ഇറങ്ങിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ടുണ്ടായ. പക്ഷേ ഇതാണ് നമ്മുടെ റിസോർട്ട്. കാരണം നമ്മൾ ഫസ്റ്റ് എൻട്രി ചെയ്യുമ്പം തന്നെ ഇപ്പം ഞങ്ങൾ ഒരു വെൽക്കം പറയുന്ന ഒരു വിധത്തിലുണ്ടാവില്ലേ, അങ്ങനെയൊന്നും നമുക്ക് തോന്നിയിട്ടില്ല. പെട്ടെന്നൊരു എന്താ പറയുക, അതിൻ്റെ നടുവിൽ കൊണ്ടുപോയി വണ്ടി നിർത്തി വെച്ച പോലെ ഒരു ഫീലിംഗാണ് ഉണ്ടായത്. പക്ഷെ ഭയങ്കര സ്പേസ് ആട്ടോ, ഭയങ്കരമായിട്ട്. അപ്പം ഇവിടെ വെൽക്കം ഡ്രിങ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുടിച്ച ശേഷം ഞങ്ങൾ ബിരിയാണിയൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പാർസലാക്കിയിട്ട് കൊണ്ടുവരെ ചെയ്തത്. ഞങ്ങൾക്ക് 3 മണിക്കാണ് ഇവിടെ എൻട്രി. അപ്പോൾ പിന്നെ അതിന് മുമ്പ് എന്തായാലും ഫുഡൊക്കെ കഴിക്കണ്ടേ, അവിടെ നിന്ന് ഫുഡ് ഉണ്ടാവില്ല. അപ്പോൾ ഞങ്ങൾ ഫുഡൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് കഴിച്ചു. പിന്നെ 3 മണിയാവും കേട്ടോ റൂം കിട്ടാൻ. അങ്ങനെ ഓരോ ആൾക്കാർക്കായിട്ട് റൂം കിട്ടാൻ തുടങ്ങി. ഇതാണ് അവിടുത്തെ വ്യൂ. കാരണം നല്ല രസമുണ്ട്. മാങ്ങയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട് കേട്ടോ. മാങ്ങയൊക്കെ ഞങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടേ. ലാസ്റ്റ് ഞങ്ങൾക്കും ബെഡ്റൂം കിട്ടി കേട്ടോ. ഇതാ കുരങ്ങൊക്കെ ഉണ്ട്. നമ്മളെ റൂമിൻ്റെ തൊട്ട് പിറകിൽ തന്നെ കുറേ കുരങ്ങുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് റൂം. നല്ല വ്യൂ ആട്ടോ ഇവിടുന്ന്. ഇവിടെ പിന്നെ കുറേ കുരങ്ങുകൾ തൊട്ട് മുന്നിൽ തന്നെ ഉണ്ട്. പിന്നെ ഇവിടുന്ന് കാണുമ്പോൾ തന്നെ ഇതാ ഇവിടെ ചെറിയ ബോട്ട് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ കളിക്കാനുള്ള ഫുട്ബോൾ കളിക്കാനുള്ള ഏരിയ ഉണ്ട്. പിന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. അങ്ങനെ എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് കേട്ടോ. നമുക്ക് നല്ലതുപോലെ എൻജോയ് ആക്കാമെന്ന് വെച്ചാൽ എൻജോയ് ആക്കി. ഇതാണ് ബെഡ്റൂം. അപ്പം അത്യാവശ്യം കൊള്ളാം കേട്ടോ, അത്ര പ്രശ്നമൊന്നുമില്ല. പിന്നെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. പിന്നെ എന്താ പറയണ്ടേ, കുറച്ച് സമയം നമ്മളങ്ങനെ കുറച്ച് സമയം സംസാരിച്ചിരുന്നു. അങ്ങനെ എത്രത്തോളം നമുക്ക് എൻജോയ് ആക്കാൻ പറ്റും അത്രത്തോളം നിങ്ങൾ എൻജോയ് ആക്കുന്നുണ്ട്. കാരണം ഒരു റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നും ഒരു പ്ലാൻ ചെയ്യാണ്ട് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും എൻജോയ് ആവില്ല. നമ്മൾ നല്ലതുപോലെ എൻജോയ് ആക്കണം എന്നുള്ള രീതിയിൽ പോയി കഴിഞ്ഞാൽ റിസോർട്ടിനെ കൊണ്ട് കാര്യമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിൽക്കുന്ന പോലെ തന്നെ ആയിപ്പോയില്ലേ. അപ്പം ഞങ്ങൾ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നല്ലതുപോലെ എൻജോയ് ആക്കാം. അപ്പം ഞങ്ങൾ അപ്പം നമ്മൾ റൂം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളുടെ പിന്നെ നമുക്ക് കിട്ടിയ റൂം. ഇതാട്ടോ, ഓരോ ഭാഗത്തായിട്ടാണ് ഓരോ റൂം ഉണ്ടായിട്ടുള്ളത്. ഇവിടെ നമുക്ക് 3-4 ഫാമിലിക്ക് പറ്റിയ ഒരു ഇതാണ് കിട്ടിയിട്ടുണ്ടായത്. അങ്ങനെ ഓരോ ഭാഗത്ത് സ്വിമ്മിംഗ് പൂളിൻ്റെ ഭാഗത്ത് വേറെ അങ്ങനെ റൂമിൻ്റെ ഏരിയ ഉണ്ട്. അങ്ങനെ ഓരോ ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഓരോ ഭാഗത്ത് ഓരോ വ്യൂ ആണ്. ഇവിടെ പിന്നെ നമുക്ക് ഊനാലി കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. വലിയൊരു പ്ലേസാണ്. നമുക്ക് നല്ലതുപോലെ എത്ര ആൾക്കാരുണ്ടെങ്കിലും അവിടെ തെങ്ങിയ പോലെ നമുക്ക് തോന്നൂല. നമുക്ക് നല്ലൊരു വിശാലത തോന്നും. അപ്പോൾ എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ മോക്കൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് കൂട്ടി പോവാണ്. അപ്പോൾ ഫസ്റ്റ് കുട്ടികൾക്ക് അവിടെ ഏത് റിസോർട്ടിൽ പോയി കഴിഞ്ഞാലും ഫസ്റ്റ് അവർക്ക് വേണ്ടത് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാം. അത് കുട്ടികൾക്ക് മാത്രമല്ല, വലിയ ആൾക്കാർക്കായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിൽ പോയിട്ടൊന്ന് സ്വിമ്മിംഗ് പൂൾ കാണണം. അതാണ് അവരുടെ എൻജോയ്. അപ്പോൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് നല്ലതുപോലെ നമ്മളെ ബെഡ്റൂമിൽ നിന്ന് കുറേ പോകണം കേട്ടോ. അപ്പം ചില ആൾക്കാർക്ക് സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് തന്നെ റൂം കിട്ടിയിട്ടുണ്ട്. അവർക്കൊക്കെ ಖುಷി തന്നെ ഇടയ്ക്കിടയ്ക്ക് സ്വിമ്മിംഗ് പൂളിലൊക്കെ പോകാം. നമുക്കിവിടെ കുറച്ച് ദൂരെയാണ്. അപ്പോൾ ഇങ്ങനെ നടന്ന് എൻജോയ് ആക്കുന്നത് കൊണ്ട് അത് വിഷയമല്ല. അപ്പം ഞാൻ മോക്കൊക്കെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്തിട്ട് കൂട്ടി പോവാൻ. അവളെ ഇരുത്താൻ വേണ്ടി വലിയ എനിക്ക് പ്ലാനൊന്നും ഉണ്ടായിട്ടില്ല. എന്നാലും ജസ്റ്റ് അവൾക്ക് ഇറങ്ങണം എന്ന് തോന്നിയില്ലെങ്കിൽ ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് അവളെ കൂട്ടി പോകുന്നത്.
അപ്പോൾ ഇതാണ് സ്വിമ്മിംഗ് പൂള്. അപ്പോൾ താഴ് ഭാഗം കുട്ടികൾക്കുള്ളതും പിന്നെ മുകളിലാണ് നമ്മൾ വലിയ ആൾക്കാർക്കൊക്കെ ഉള്ളത് മുകളിലാട്ടോ സ്വിമ്മിംഗ് പൂള് കിടക്കുന്നത്. അപ്പം ഇതാണ് സ്വിമ്മിംഗ് പൂള്. അപ്പോൾ കുട്ടികളുടെ ഭാഗത്ത് കുട്ടികൾ മാത്രമായതുകൊണ്ട് വിഷയമൊന്നുമില്ല. കുട്ടികൾ അവിടെ നിന്ന് അങ്ങ് ഇറങ്ങി കളിച്ചോളും. വലിയ ആയൊന്നുമില്ല, കുട്ടികൾക്ക് പറ്റിയ ഒരു ചെറിയ ഒരു സ്വിമ്മിംഗ് പൂളാണ്. അതുകൊണ്ട് വലിയ വിഷയമായിട്ട് തോന്നുന്നില്ല കേട്ടോ. മറ്റേത് തൊട്ടടുത്ത് തന്നെ വലിയ സ്വിമ്മിംഗ് പൂളെല്ലാം ഉണ്ടല്ലോ, അങ്ങനെ പൊതുവേ റിസോർട്ടിലൊക്കെ കാണില്ല, തൊട്ടടുത്ത് തന്നെ. അപ്പോൾ അവർ വലുതിലൊക്കെ ഇറങ്ങും. ഇതാകുമ്പോൾ ഇവിടെ മാത്രമേ അവർ ഇറങ്ങുന്നുള്ളൂ, അങ്ങനെ മേലയിലേക്കൊന്നും അങ്ങനെ കയറിപ്പോയിട്ടൊന്നുമില്ല. അതുകൊണ്ട് വിഷയമില്ല, അത്ര വലിയ ടെൻഷൻ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതാ നാജിലിൽ ഇച്ചിരി വെള്ളം ഉണ്ടായിട്ടുള്ളൂ. അവനിങ്ങനെ എന്താ പറയുക, അതിൽ തുള്ളി കളിക്കുകയാണ്. അപ്പോൾ പിന്നെ മോള് പറയാൻ ഇറങ്ങണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവളെ ഇറക്കി, മനസ്സോടെ ഇറക്കിയതാണ്. എനിക്കങ്ങനെ സ്വിമ്മിംഗ് പൂൾ അങ്ങനെ ഇറക്കാൻ വലിയ ഇഷ്ടമില്ല, ഒരു അത്ര വലിയ തൃപ്തിയില്ല, അതുകൊണ്ടാണ്. പിന്നെ അങ്ങനെ എല്ലാവരും ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ട്. പിന്നെ നമ്മളെ മേലയിലുള്ള സ്വിമ്മിംഗ് പൂൾ നമുക്ക് പോയിട്ട് നോക്കാം, എങ്ങനെ ഉണ്ടാവും എന്നുള്ള ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അപ്പം പിന്നെ അത് പോയിട്ടൊന്ന് നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ മുകളിൽ സ്വിമ്മിംഗ് പൂളായിട്ട്, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മൾ പോയ റിസോർട്ടിലൊക്കെ എല്ലാം ഒന്നിച്ച് തന്നെയാണ് സാധാരണയായിട്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാവുക. ഇത് ഇങ്ങനെ മുകളിൽ ഇതാ നല്ല വ്യൂ ആണ്, ഇതിൻ്റെ മുകളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതാ എല്ലാവരും അപ്പത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്, നജോക്ക് ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇതാണ് സ്വിമ്മിംഗ് പൂള്, മുകളിലുള്ള സ്വിമ്മിംഗ് പൂൾ ഇതാണ് കേട്ടോ. പിന്നെ ബാക്കിയുള്ളവരൊന്നും വന്നിട്ടില്ല. ഇങ്ങനെ കുറച്ച് കുട്ടികളുണ്ടാവും, കുട്ടികൾ മാത്രം, ലേഡീസ് ഉണ്ടാവുമ്പോൾ ലേഡീസ് മാത്രം, അങ്ങനെയായിട്ടാണ് സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായത്. പിന്നെ അപ്പം ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഡീസ് മാത്രമായിട്ടാണ് ഉള്ളത്, കുട്ടികളും. പിന്നെ ബാക്കിയുള്ള ആണുങ്ങന്മാരൊക്കെ അവർ ഫുട്ബോൾ കളിക്കുന്ന ഏരിയയിലേക്ക് പോയിട്ടുള്ള കേട്ടോ. ഫുട്ബോൾ കളിക്കാനുള്ള ഏരിയ ഉള്ളത് കൊണ്ട്. പിന്നെ ഇവിടെയൊക്കെ പയർവർഗ്ഗങ്ങളാട്ടോ, നല്ല പയർവർഗ്ഗങ്ങളുണ്ട്. ഓറഞ്ച് ഉണ്ട്, പിന്നെ എല്ലാ മാങ്ങ, പിന്നെ ചക്ക, അങ്ങനെയുള്ള മരങ്ങൾ തെച്ചുണ്ട് കേട്ടോ. എന്താ പറയണ്ടേ, ഇതാ ഇവിടെയൊക്കെ കണ്ടോ, ഇതാ നമ്മുടെ താറാവിത. അപ്പം ഞാൻ സ്വിമ്മിംഗ് പൂളിൽ കയറിയിട്ട് മോളൊക്കെ ഒന്ന് ഡ്രസ്സ് ചേഞ്ച് ആക്കി കൊടുക്കുക, കുളിച്ചിട്ടൊന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് റൂമിലേക്ക് വരികയാണ്. അപ്പം എൻ്റെ ഇങ്ങനെ ഇടയ്ക്ക് വരിയായിട്ട് പോവുകയാണ്. കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയാമോ, നോക്കി നിന്നു പോവും. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ആസ്വാദനങ്ങൾ ഉള്ളത് കൊണ്ട് നമുക്ക് നല്ലതുപോലെ എൻജോയ് ആക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇതാ പൊതുവെ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും കാണാറില്ലല്ലോ. ഇങ്ങനെയുള്ള റിസോർട്ടിൽ ഞാൻ ഇതുവരെ പോയിട്ടില്ല. പിന്നെ ഇതാകുമ്പോൾ ഇങ്ങനെ മാനുകളെയും അതേപോലെ തന്നെ താറാവുകൾ അങ്ങനെയൊക്കെ കണ്ടിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന പോലെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു വലിയൊരു പ്ലേസാണ് ഇത്. മുഴുവനായിട്ട് ഞാൻ കണ്ടു തീർന്നിട്ടില്ല കേട്ടോ. ഇത് പോകാന്ന് വെച്ചാൽ കുറേ നടക്കാനൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മുൻപിൽ തന്നെ നമുക്ക് അത്യാവശ്യം നടക്കാനുള്ള ഏരിയ ഉള്ളതുകൊണ്ട് വിഷയമില്ല. പിന്നെ അങ്ങനെ ഞാൻ റൂമിൽ പോയി ഡ്രസ്സൊക്കെ ഒന്ന്, മോളെ കുളിയൊക്കെ കഴിഞ്ഞ് അവൾക്ക് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ആക്കി കൊടുത്തിട്ട് കൂട്ടിയിട്ട് വരികയാണ്. അങ്ങനെ നനഞ്ഞിരിക്കാൻ പറ്റൂലല്ലോ, അപ്പം പിന്നെ ഡ്രസ്സ് പെട്ടെന്ന് തന്നെ ചേഞ്ച് ആക്കി. എല്ലാ ഊനാലൊക്കെ ആടുകയാണ്. ലവ് ബേർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. ലവ് ബേർഡ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷികൾ, അങ്ങനെ പക്ഷികളൊക്കെ ഉണ്ട്. ഇത് സ്വിമ്മിംഗ് പൂളിൻ്റെ ഈ ബാക്കിലുള്ള റൂമൊക്കെ ഇവിടെയാണ് കേട്ടോ. ഇതാ ഇവിടെയൊക്കെ നല്ല അടിപൊളി റൂമാണ്. ഓരോ സ്ഥലങ്ങളിൽ എന്താ പറയണ്ടേ, ഓരോ ബെഡ്റൂമിനും ഓരോ പ്രത്യേകതയുള്ള ഒരു ബെഡ്റൂമാണ്. ബെഡ്റൂം അത്ര മോശമൊന്നും പറയാനില്ല, ഓരോ ബെഡ്റൂമൊക്കെ അടിപൊളിയാണ്. അപ്പം ഇതാ ഈവനിങ്ങുള്ള വ്യൂ ഇതാണ്. അങ്ങനെ നമ്മൾ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നതൊക്കെ കഴിച്ച് പിന്നെ ചായ റെഡിയായി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ചായ കുടിക്കാൻ പോയിട്ടാണ്. അപ്പം നല്ല ചൂടുള്ള പക്കോടയും ചായയാണ് അവിടെ ഉണ്ടായത്. പിന്നെ നല്ല വ്യൂ ആണ് ഇവിടുന്ന്, നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പിന്നെ ഞങ്ങൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഹാളിലേക്ക് പോവാണ്. അവിടെ ഹാളുണ്ട്, കാരണം എന്ന് വെച്ചാൽ അവിടെ പാട്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ആക്കാൻ പറ്റിയൊരു പ്ലേസ് ഉണ്ട്. അത് സാധാരണ റിസോർട്ടിലൊക്കെ എല്ലാ റിസോർട്ടിലും ഉണ്ടാവാറുണ്ട്. അപ്പം അതുപോലെ തന്നെ ഇവിടുന്ന് കുറച്ച് നടന്നു പോകണം. ഇതാണ് കളിക്കുന്ന ഏരിയ, ഫുട്ബോളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ട് ഇതാണ്. അതിൻ്റെ ഇടയിൽ താറാവുകളുണ്ടാകും. ഇറങ്ങി പിന്നെ കായലിലോട്ടേക്ക് ഇറങ്ങുകയാണ്. നല്ല രസമില്ലേ കാണാൻ. കുട്ടികളൊക്കെ ഇങ്ങനെ ഓടാണ് അവരെ പിറകെ. അപ്പോൾ ഇത് ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് രാത്രി ഇങ്ങനെ നടക്കുമ്പോൾ കാണാൻ.
അത് നമ്മൾ നേരിട്ടിട്ട് കാണുമ്പോഴാണ് രസം, വീഡിയോയിൽ അത്ര വലിയ രസം തോന്നൂല. അപ്പോൾ നമുക്ക് ഹാളിലേക്ക് പോവാം. അവിടെ എന്തൊക്കെയാണ് പ്ലാൻ ഇട്ടതെന്നൊന്നും അറിയില്ല. അവിടെ ചില പ്ലാനൊക്കെ ഉണ്ട്, പിന്നെ പരിപാടികൾ അവതരിപ്പിക്കാനുള്ള ഗെയിം കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റ് ചെയ്തെന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായി. അപ്പം ഞങ്ങൾ അങ്ങനെ ഹാളിലേക്ക് പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാള് പോയി നോക്കുമ്പം അവിടെ ഇങ്ങനെ പാട്ട് പാടാനുള്ള അടിപൊളിയായിട്ടുള്ള സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ സിയാദ്ക്കാക്ക് മെയിനായിട്ട് പാട്ട് പാടേണ്ട ഏരിയ കിട്ടിക്കഴിഞ്ഞാൽ ആൾ ഭയങ്കര ഹാപ്പിയാണ്. ആൾ നല്ലതുപോലെ പാട്ട് പാടും കേട്ടോ. അപ്പോൾ ആൾ പാട്ടൊക്കെ പാടി. പിന്നെ അത് കഴിഞ്ഞ് ഇതാ ഫ്രണ്ട്സൊക്കെ പാട്ട് പാടുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ കസേര കളിക്കൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ അങ്ങനെ എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നല്ലതുപോലെ എൻജോയ് ആക്കണം. അപ്പോൾ അതിന് നമ്മൾ റിസോർട്ടിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു വൈബായി മാറുള്ളൂ. പിന്നെ അല്ലാതെ നമ്മൾ അവിടെ ഉറങ്ങുക, പോയി ഫുഡ് കഴിക്കുക, പോയിട്ട് ആദ്യം കിടക്കുക, അതിനെ കൊണ്ട് കാര്യമില്ല. നമ്മൾ എത്രത്തോളം നമുക്ക് എൻജോയ് ആക്കാൻ പറ്റുമോ, വൈബാക്കി തീർക്കാൻ പറ്റുമോ, അത്രത്തോളം വൈബാക്കുക. അപ്പം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മൾ പല പല ഗെയിമും അവിടെ പ്ലാൻ ഇട്ടിട്ട് പല ഗെയിമും ഞങ്ങളവിടെ കളിച്ചു കേട്ടോ. അപ്പോൾ ലേഡീസിനായാലും ശരി, അവർക്കായാലും ശരി. അപ്പം അവരെ എന്തായാലും എന്താ പറയണ്ടേ, നല്ലതുപോലെ തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലതുപോലെ ചിരിച്ച് നമ്മൾ നല്ലതുപോലെ എന്താ പറയണ്ടേ എൻജോയ് ആക്കിയിട്ടുണ്ട്. നല്ല കോമഡി ആയിരുന്നു. പിന്നെ കുട്ടികൾക്കുള്ള ഗെയിം കാര്യങ്ങൾ അവർക്കും കൊടുത്തു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഫുഡ് അവിടെ റെഡിയായി എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ ഓടി വന്നിട്ടാണ്. ഫുഡ് പിന്നെ പെട്ടെന്ന് തീർന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഓടിക്കഴിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഗീ റൈസ്, പിന്നെ ചിക്കൻ കറി, പൊറോട്ട, ചപ്പാത്തി, എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. നല്ല റഷായിരുന്നു, അതുകൊണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. ലാസ്റ്റ് ഭാഗമാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത്. കഴിച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. അപ്പം പിന്നെ ഫുഡൊക്കെ കഴിഞ്ഞ് വീണ്ടും നിങ്ങൾ ഹാളിൽ തന്നെ പോയിട്ടാണ്. പിന്നെ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല ആൾക്കാർ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അങ്ങനെ തിങ്ങി നിറഞ്ഞ പോലെ നമുക്ക് തോന്നായിട്ടാണ്. കാരണം നല്ലൊരു ഏരിയ ആണ്. കാരണം എന്ന് വെച്ചാൽ വലിയൊരു ഏരിയ ആയതുകൊണ്ട് നമുക്കങ്ങനെ ഒരു തിങ്ങി നിറഞ്ഞ പോലെയും കുറേ ആൾക്കാരെ പോലെയൊന്നും അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ വീണ്ടും ഹാളിൽ പോയി നോക്കുമ്പം അവിടെ കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പാട്ട് പാടാനൊക്കെ വന്ന കുറച്ച് ഗസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ പാട്ട്, അതിൻ്റെ ഇടയിൽ ഇവർ ഒപ്പനയൊക്കെ കളിക്കുകയാണ്. പിന്നെ മോള് അപ്പോഴത്തേക്ക് ഏകദേശം ഉറക്കമൊക്കെ വന്ന് സൈഡായിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിങ്ങനെ വീഡിയോ എടുത്തിരുന്നു, അവരൊക്കെ ഒപ്പന കളിക്കട്ടെ. അതിൻ്റെ ഇടയിൽ മാനൊക്കെ അവിടെ പിന്നെ ഇവിടുത്തെ ഗ്രൗണ്ടിലൊക്കെ വന്നു. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ എല്ലാ മൃഗങ്ങളും വരും കേട്ടോ. ചിലപ്പോൾ ആനയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ആന ഇതുവരെ വന്നണമെന്നറിയില്ല, പക്ഷെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഉറങ്ങാനൊക്കെ നല്ലതുപോലെ ലേറ്റ് ആയിന് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് രാവിലത്തെ വ്യൂ ഇതാണ് കേട്ടോ. നല്ല മഴയൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മൾ രാവിലെ പിന്നെ നമുക്ക് എന്താ പറയണ്ടേ, നല്ല മഴയായതുകൊണ്ട് പുറത്തൊക്കെ ഇറങ്ങാനൊരിതായിരുന്നു. കാരണം എന്ന് വെച്ചാൽ മഴയായി കഴിഞ്ഞാൽ നമുക്കങ്ങനെ നടത്തത്തിന് അത്ര ഇതുണ്ടായില്ല. കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഓക്കെ ആയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ ചായയൊക്കെ റെഡിയാന്ന് പറഞ്ഞിട്ട് പിന്നെ അവിടെ പോയിട്ടാണ്. അങ്ങനെ നമ്മൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ജ്യൂസ് കാര്യങ്ങൾ ഒക്കെ ഉണ്ട്. പിന്നെ ഫ്രൂട്ട് സലാഡ്, പിന്നെ ഫ്രൂട്ട്സ്, പയറ് പിന്നെ മുളപ്പിച്ചത്, അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ വീണ്ടും പിന്നെ അവിടെ ഒരു ഗെയിം കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും പോവാണ്. പിന്നെ വടംവലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിനും കൂടി പോവാ കേട്ടോ, കമ്പവലി. അതിൻ്റെ ഇടയിൽ ഇവർ ഇവിടെ വൈബാക്കുന്നുണ്ട്, പാട്ടൊക്കെ പാടിയിട്ട്. അങ്ങനെ കമ്പവലി മത്സരം ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഒടുവിൽ അതിലും വിജയികളായി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഡ്രസ്സൊക്കെ 12 മണിയായിട്ടോ, ചെക്കൗട്ട് ചെയ്യേണ്ട സമയമായി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. അങ്ങനെ കുറച്ച് എന്താ പറയണ്ടേ, നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. 12 മണിയായില്ലേ. അപ്പം പിന്നെ ഞങ്ങൾ പോവുകയാണ്. പിന്നെ ഞങ്ങൾക്ക് ഉച്ചക്കത്തെ ഫുഡും കൂടി കഴിക്കണം. കഴിച്ചിട്ട് നമ്മൾ ഏതെങ്കിലും പാർക്കിലൊക്കെ പോയ ശേഷം നാട്ടിലേക്ക് തിരിക്കാനാണ് പ്ലാന്. അപ്പം പിന്നെ നമ്മൾ ഹോട്ടലിൽ കയറിയിട്ടുള്ളത്. അപ്പം ഓർഡർ ചെയ്തത് മന്തി കേട്ടോ. അപ്പോൾ ചിക്കൻ മന്തി, ബീഫ് മന്തി, പൊറോട്ട, ചിക്കൻ കറി, അങ്ങനെയൊക്കെ ആയിട്ടാണ് ഓർഡർ ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ പിന്നെ എനിക്ക് ചിക്കൻ മന്തിനോടാണ് ഇൻട്രസ്റ്റ്. അപ്പം ചിക്കൻ മന്തിയൊക്കെ കഴിച്ച് തിരിച്ച് നമ്മൾ ഒരു പാർക്കിലേക്ക് പോവാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ. ബൈ.